നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ 5ാമത്തെ മൊഡ്യൂളാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതെല്ലാം നെറ്റ്വർക്ക് സെക്യൂരിറ്റിയെ കുറിച്ചാണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കമ്പ്യൂട്ടർ പരസ്പരം കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 2-ലധികം കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഇനി കമ്പ്യൂട്ടർ തന്നെ ആവണമെന്നില്ല, മൊബൈൽ ഫോണുകളായിരിക്കാം. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും, ലാപ്ടോപ്പും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇങ്ങനെ പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യാം, 2 അതിലധികമോ നോഡുകൾ, ഇതിനൊക്കെ നോഡ് എന്നാണ് വിളിക്കുക. നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഡിവൈസിനെയും നോഡ് എന്ന് പറയും. സോ ഇങ്ങനെയുള്ള നോഡിനെ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അപ്പോൾ നെറ്റ്വർക്ക് ഫോമായി. അപ്പോൾ ഇങ്ങനെ നെറ്റ്വർക്ക് ഫോം ആവുന്ന സമയത്ത് ഈ നെറ്റ്വർക്കിലൂടെയാണ് ഡാറ്റയൊക്കെ സെൻഡ് ആവുക. സോ ഇങ്ങനെ നെറ്റ്വർക്കിലൂടെ ഡാറ്റ സെൻഡ് ആവുമ്പോൾ ആ ഡാറ്റ ഇടയിലുള്ള ഒരാളത് ഹാക്ക് ചെയ്തെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹാക്ക് ചെയ്തെടുക്കുന്ന ആളെയാണ് ഒപ്പോണൻറ്റ് അല്ലെങ്കിൽ ഇൻട്രൂഡർ, ഹാക്കർ എന്നൊക്കെ വിളിക്കുന്നത്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞൊരാളുണ്ട്, ഇത് നമ്മുടെ സെൻറ്ററാണ്. അവിടെ നിന്ന് ബി എന്ന് പറഞ്ഞൊരാളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചു. അങ്ങനെ അയക്കുന്ന സമയത്ത് ഈ മെസ്സേജ് പോകുന്നത് ഈ ഒരു നെറ്റ്വർക്കിലൂടെയാണ്. അപ്പോൾ ഇതിനിടയിൽ ആളെ നമ്മൾ ഓപ്പോണൻ്റ് അല്ലെങ്കിൽ ഇൻട്രൂഡർ എന്നൊക്കെ വിളിക്കുന്നത്. ഇവരെന്ത് ചെയ്യും, ഈ മെസ്സേജ് ക്യാപ്ചർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്ക് എന്തായില്ല, സെക്യൂർ ആയില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂർ ആവണമെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിലൂടെ പോകുന്ന ഡാറ്റയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലേ? ആ ഡാറ്റേനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിന് ഇൻറ്റഗ്രിറ്റി കൊടുക്കണം. ആ ഒരു നെറ്റ്വർക്കിന് നമ്മൾ വേണ്ട ഇൻറ്റഗ്രിറ്റി അപ്ലൈ ചെയ്യണം. കോൺഫിഡൻഷ്യാലിറ്റി, ആക്സസിബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഡാറ്റ. അതായത് ആ ഡാറ്റ ഈ സെൻറ്റർക്കും റിസീവർക്കും മാത്രമാണ് ആക്സസിബിൾ ആവാൻ പാടുള്ളൂ, മറ്റവർക്ക് അത് കിട്ടാൻ പാടില്ല. അപ്പോൾ ആ നെറ്റ്വർക്കിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഈ ഇൻട്രൂഡർക്ക് ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ഇൻട്രൂഡർ ചിലപ്പോൾ ആ ഡാറ്റേനെ മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്ന സമയത്ത് ഇത് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ചേർത്തിട്ടൊക്കെ അയക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ നെറ്റ്വർക്കിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ആവശ്യങ്ങളാണുള്ളത്. CIA ട്രയാങ്കിൾ എന്നാണ് അതിനെ നമ്മൾ വിളിക്കാം. കോൺഫിഡൻഷ്യാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, നെറ്റ്വർക്കിലൂടെ പോകുന്ന ഡാറ്റയ്ക്ക് കോൺഫിഡൻഷ്യാലിറ്റി കിട്ടണം, ആ ഡാറ്റ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെ 3 പില്ലേഴ്സാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് ഉള്ളത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രൈവസിയാണ്, അല്ലേ? ആ ഡാറ്റ എന്തായിരിക്കണം, ഒരു അതോറൈസ്ഡ് ആയുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഡാറ്റ കിട്ടാൻ പാടുള്ളൂ. അൺഓതറൈസ്ഡ് ആയുള്ള ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റരുത്. ഇതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ആൾക്കത് മനസ്സിലാവാത്ത രീതിയിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യും. എൻക്രിപ്ഷൻ എന്നൊക്കെയാണ് അതിനെ വിളിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കീ സെറ്റ് ചെയ്തു, ആ കീ 3 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു അയക്കേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ക്യാറ്റ് എന്നാണ് നമ്മുടെ മെസ്സേജ് എങ്കിൽ ഇതിന് 3 ലെറ്റേഴ്സ് ശേഷം, അതായത് ഇവിടെ കീ എന്ന് പറയുന്നത് 3 ആണല്ലോ. സോ സിക്ക് ശേഷമുള്ള 3ാമത്തെ ലെറ്റർ DEF ആണ് എന്ത് വരിക, സിക്ക് പകരം സെൻഡ് ആവുക. എക്ക് പകരം BCDയും ടിക്ക് പകരം UVW. സോ ആ ക്യാറ്റ് എന്നുള്ളത് FDW എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കൺവേർട്ടായിട്ട് മാറി. മനസ്സിലായി? അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ ആ ഡാറ്റേനെ അയക്കും. ഇതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയും. സാധാരണ ഇങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എൻക്രിപ്ഷൻ മാത്രമല്ല, നമുക്കറിയാവുന്ന യൂസർ നെയിമും പാസ്വേഡ് മെക്കാനിസം ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി അടുത്ത ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ച ഡാറ്റ 2 സൈഡിലും ഒന്ന് തന്നെ ആയിരിക്കണം. സെൻഡ് ചെയ്ത സ്ഥലത്തും അതുപോലെ തന്നെ റിസീവ് ചെയ്ത സ്ഥലത്തും ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, ആ ഡാറ്റ റിയലാണ്, ആക്യുറേറ്റ് ആണ്, സേഫ് ഗാർഡ് ഫ്രം അൺഓതറൈസ്ഡ് യൂസർ മോഡിഫിക്കേഷനാണ്, ഉറപ്പ് വരുത്താണ് നമ്മൾ സെൻഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് പോയത് തന്നെയാണ് റിസീവ് ചെയ്ത സ്ഥലത്ത് എത്തിയത് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ എൻക്രിപ്ഷനും ഹാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡൊക്കെ വഴിയാണ് ഇതിൻ്റെ ജെനുവിനിറ്റി നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇൻഫോർമേഷൻ ആൾട്ടർ ചെയ്തിട്ടില്ല, മോഡിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിനാണ് ഇൻറ്റഗ്രിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവൈലബിലിറ്റിയാണ് നെക്സ്റ്റ് വൺ. അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആയുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻ എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവൈലബിൾ ആവുന്നതിനെയാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവൈലബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇൻഫർമേഷൻ
എന്ത് ചെയ്യും, ആക്സസിബിൾ ആക്കും. നമുക്ക് വേണമെങ്കിൽ മോഡിഫിക്കേഷൻസ് ടൈമിൽ വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. സോ ഇതൊരു കോൺസ്റ്റൻ്റ് ആയുള്ളൊരു ആക്സസ് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സെക്യൂരിറ്റി അറ്റാക്സ്. സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ ഒരാളും ബി എന്ന് പറഞ്ഞ ഒരാളും ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് ആൾട്ടർ ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും സ്റ്റീൽ ചെയ്യാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അല്ല, അൺഓതറൈസ്ഡ് ഒരാളിത് ആക്സസ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, ഹാക്കർ അല്ലെങ്കിൽ ഒപ്പോണൻ്റ് ഇൻട്രൂഡർ എന്നൊക്കെ. സോ ഇവരിത് എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു സെക്യൂരിറ്റി വയലേഷനാണ് ഈ അറ്റാക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ നടക്കാം. ഒന്നുകിൽ ഇൻസൈഡ് അറ്റാക്ക് നടക്കാം, അതായത് ആ ഒരു സെക്യൂരിറ്റി പെരിമീറ്ററിൻ്റെ അകത്ത് വെച്ച്, അതായത് ആ നെറ്റ്വർക്കിൽ വെച്ചിട്ട് വരുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ലാബിനകത്തുള്ള സിസ്റ്റംസാണെന്ന് വിചാരിക്കും. ആ കമ്പ്യൂട്ടർ ലാബിനകത്തുള്ള സിസ്റ്റംസ് എന്ത് ചെയ്തു, ആ ഒരു ഇന്നർ നെറ്റ്വർക്കിന് തന്നെ അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ അത് ഇൻസൈഡ് അറ്റാക്ക് എന്നും, ഇനി ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് പുറത്തുനിന്ന് വരിക എന്ന് വിചാരിക്കും, നെറ്റ്വർക്കിൻ്റെ പുറത്തുനിന്ന് വരുന്നൊരു ആക്സസ് ആണെങ്കിൽ അതിനെ ഔട്ട്സൈഡ് അറ്റാക്ക് എന്നും പറയും. ഇനി ഇതല്ലാതെ തന്നെ രണ്ട് രീതിയിൽ നമ്മൾ സെക്യൂരിറ്റി അറ്റാക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ആക്റ്റീവ് അറ്റാക്കും മറ്റൊന്ന് പാസീവ് അറ്റാക്കുമാണ്. ആക്റ്റീവ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ അവർ ആക്സസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ കളയും. എന്ന് വെച്ചാൽ എന്താ, ചിലപ്പോൾ ആ ഡാറ്റ മോഡിഫൈ ചെയ്തിട്ടാണ് വായിക്കുന്നത്, ചിലപ്പോൾ അത് എന്താ പറയുക, അങ്ങോട്ട് എ എന്ന ബിയിലേക്ക് പോകുന്നത് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടൊക്കെ അയക്കും, എന്തെങ്കിലും പ്രോബ്ലം ആക്കുന്നതാണ് ആക്റ്റീവ് അറ്റാക്ക്. പാസീവ് അറ്റാക്ക് ആണെങ്കിൽ അങ്ങനെയല്ല, ആ സെൻഡ് ചെയ്ത ഇൻഫോർമേഷൻ ഇവർ ജസ്റ്റ് എന്ത് ചെയ്യുന്നേ ഉള്ളൂ, മോണിറ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, എന്താണ് അവർ അയച്ചതെന്ന് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഹാക്കർ ഇങ്ങനെ നോട്ടീസ് ചെയ്യും എന്താണ് ഇവർ സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് പാസീവ്. ആക്റ്റീവ് ആണെങ്കിൽ ആ അയച്ച ഡാറ്റയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കും, മേ ബി അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്ത് അയക്കും, അല്ലെങ്കിൽ ഇവരുടെ പേരിലൊരു ഡാറ്റ എന്ത് ചെയ്യും, വീക്ക് അയക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പാസീവ് അറ്റാക്സ്. ഇനി അറ്റാക്സ് എങ്ങനെയാണ് നമുക്കൊരു ത്രെറ്റനിങ് ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിക്കും ഇൻറ്റഗ്രിറ്റിക്കും അതുപോലെ തന്നെ അവൈലബിലിറ്റിക്കും ഒക്കെ ഇതൊരു ത്രെറ്റ് തന്നെയാണ് അല്ലേ. കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെയാണ് പോകുന്നത്, ഒന്ന് എയ്വ്സ്ട്രോപ്പിംഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, നെറ്റ്വർക്കിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, നല്ല സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഒക്കെ വഴി വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് അല്ലേ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്, ഒരു നമ്മുടെ ഡാറ്റയ്ക്ക് ഒരു ഇൻ്റർസെപ്ഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇടയിൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ആ ഡാറ്റ എടുക്കുന്ന പ്രോസസ്സാണ് അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സ്നൂപ്പിംഗ് എന്നാണ് വിളിക്കുക. അൺഓതറൈസ്ഡ് ആക്സസ് ആണ് സ്നൂപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സീക്രട്ട് എന്താ പറയുക, നമുക്കൊരു അൺഓതറൈസ്ഡ് ആക്സസ് വഴി എന്ത് സംഭവിക്കും, ആ ഡാറ്റ നമുക്ക് എന്താ പറയുക, നമ്മൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചതായിരിക്കും, ഇത് മറ്റൊരാളും കൂടെ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. സ്നിഫിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലീഷ്യസ് ആയുള്ള പ്രോഗ്രാംസിന് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഈ ഫിഷിംഗ് ആണെങ്കിലോ അതൊരു ഫ്രോഡുലൻ്റ് ആയുള്ള അറ്റംപ്റ്റ് ആണ്. നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആയുള്ള യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ദെൻ വയർ ടാപ്പിംഗ് ഉണ്ട്. ഇതൊരു സീക്രട്ട് ഇലക്ട്രോണിക് മോണിറ്ററിങ് ആണ്. നമ്മുടെ ടെലിഫോൺ, ഫാക്സ്, ഇൻ്റർനെറ്റ് ഇതിനെയൊക്കെ എന്ത് ചെയ്യണം, സീക്രട്ടായിട്ട് മോണിറ്റർ ചെയ്യുക. അങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്താലും സംഭവിക്കും, കോൺഫിഡൻഷ്യാലിറ്റി പോകും. ഇനി ഇൻറ്റഗ്രിറ്റി ആണെങ്കിൽ ഒന്ന് മാസ്ക്രേഡ് ആണ്. മാസ്ക്രേഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രൂഡർ അയാൾ ഇപ്പോൾ എ ബിക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞു, എ ആണ് എന്ന വ്യാജേന ബിക്ക് ഇൻട്രൂഡർ എന്ത് ചെയ്യും, ഈ ഇൻട്രൂഡർ എ ആണ് എന്ന പേരിൽ എന്ത് ചെയ്യും, ബിക്ക് മെസ്സേജ് അയക്കും, ഇൻഫർമേഷൻ പാസ് ചെയ്യും. ദെൻ മോഡിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടൻറ്റ്, ആ അയക്കുന്ന മെസ്സേജിന് എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് പോയതാവില്ല ഇവിടെ കിട്ടുന്നുണ്ടാവുക. ദെൻ റീപ്ലൈ, ഇൻട്രൂഡർ എന്ത് ചെയ്യും, ഈ മെസ്സേജ് റീഡ് ചെയ്തതിന് ശേഷം റീപ്ലൈ ഇങ്ങോട്ടേക്ക് കൊടുക്കും, ആരുടെ പേരിൽ, ഈ ബി ആണെന്ന പേരിലൊക്കെ കൊടുക്കും. ഇനി ഈ അവൈലബിലിറ്റിക്ക് ആണെങ്കിൽ ഒന്ന് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കാണ്. അത് നമുക്കറിയാം, ഇത് നമ്മുടെ മെഷീൻ എന്ത് ചെയ്യാണ്, സ്ലോ ചെയ്യാണ്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മുടെ സർവീസ് എന്ത് ചെയ്യുക, ഡിനേ ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ. SYN ഫ്ലഡ് അറ്റാക്ക് ആണെങ്കിൽ ഇത് DOS അറ്റാക്കിൻ്റെ ഒരു ടൈപ്പാണ്. ഇവിടെ സെർവർ എന്ത് ചെയ്യും, അൺഅവൈലബിൾ ആക്കിയിട്ട് വെക്കും, ട്രാഫിക്കിലെ എല്ലാ റിസോഴ്സും എന്താ പറയുക, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും.
അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന കണക്ഷൻ റിക്വസ്റ്റാണ് SYN എന്ന് പറയുന്നത്. സോ SYN റിക്വസ്റ്റ് ഇങ്ങനെ ഇനീഷ്യലി എന്ത് ചെയ്യും, റിപ്പീറ്റായിട്ട് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ടാർജറ്റ് ഡിവൈസ് പിന്നെ പതുക്കെ എന്താവും, സ്ലോ ആയിട്ട് മാറും. നെക്സ്റ്റ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട് റൈറ്റിംഗ് എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ വളരെ സീക്രട്ടായിട്ട്, അതായത് കൺവേർട്ട് ചെയ്തിട്ട് അയക്കുന്ന സംഭവത്തിനെയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. സോ സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്. സെൻഡർ അയക്കുന്ന ടെക്സ്റ്റിനെയാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുക. ആ പ്ലെയിൻ ടെക്സ്റ്റിനെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സിഫർ ടെക്സ്റ്റ് എന്ന് പറയും. നേരത്തെ ഞാൻ കീ ഈസ് ഈക്വൽ ടു 3 എന്ന് വെച്ചിട്ട് നമ്മൾ ക്യാറ്റിനെ കൺവേർട്ട് ചെയ്തിരുന്നു. ഈ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റാണ്. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിത് ഒരെണ്ണം മുന്നിലേക്ക് ആക്കിയെങ്കിൽ സീനെ ഡിയും എനെ ബിയും ഇതിനെ യു ആക്കി. അപ്പോൾ DBU ആണ് അതിൻ്റെ സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് പ്ലെയിൻ ടെക്സ്റ്റ്, ഇത് സിഫർ ടെക്സ്റ്റ്. ഈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുക. ഇനി തിരിച്ചിതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡീക്രിപ്ഷനാണ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്ത് ചെയ്യുക, അതായത് നമ്മുടെ സിഫർ ടെക്സ്റ്റിന് ഒരെണ്ണം ബാക്കോട്ട് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ എന്ത് കിട്ടും, പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. നമ്മൾ എത്രയാണോ വയ്ക്കുന്നത് അതിനെയാണ് കീ എന്ന് വിളിക്കുന്നത്. സോ പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മെസ്സേജാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിനെ പിന്നെ എന്താക്കിയിട്ട് മാറ്റും, സിഫർ ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റും. അങ്ങനെ ആക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എൻക്രിപ്ഷൻ അൽഗോരിതമാണ്. തിരിച്ച് മാറ്റാൻ സഹായിക്കുന്ന ഡീക്രിപ്ഷൻ അൽഗോരിതമാണ്. സിഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്റിനെ വിളിക്കുന്ന പേരാണ് സിഫർ ടെക്സ്റ്റ് എന്നുള്ളത്. ദെൻ എല്ലാ സെൻഡർ റിസീവർ പെയറിലും എന്തുണ്ടാകും, ഒരു യുണീക്ക് സിഫർ ഉണ്ടായിരിക്കും ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ വേണ്ടി. ദെൻ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്പേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ ആണ്. അതാണ് ആ അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ കാണിച്ചതിൽ കീസ് ഈക്വൽ ടു 3 1 ഒക്കെ ചെയ്തല്ലോ, അങ്ങനെയുള്ളത്. സോ എൻക്രിപ്ഷൻ ആയാലും ഡീക്രിപ്ഷൻ ആയാലും എന്ത് വേണം, ഒരു കീയും കൂടെ വേണം. ഇനി ഈ ക്രിപ്റ്റോഗ്രഫി തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്മട്രിക് ക്രിപ്റ്റോഗ്രഫിയും മറ്റൊന്ന് അസിമെട്രിക്കും. സിമ്മട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻഡറിൻ്റെ സ്ഥലത്തും റിസീവറിൻ്റെ സ്ഥലത്തും ഒരേ കീ ആണ് ഉപയോഗിക്കുക. സെൻഡർ എൻക്രിപ്റ്റ് ചെയ്യാനും റിസീവർ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനും ഒരേ കീ യൂസ് ചെയ്യുന്നതിനെയാണ് സിമ്മട്രിക് എന്ന് പറയുക. അസിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ സെൻഡറിൻ്റെ സൈഡിൽ ഒരു കീയും റിസീവറിൻ്റെ സൈഡിൽ മറ്റൊരു കീയുമാണ് ഉണ്ടാവുക. ഇത് പബ്ലിക് കീ, പ്രൈവറ്റ് കീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 2 കീസ് സെറ്റ് ചെയ്തിട്ടാണ് അസിമെട്രിക്കിൽ ചെയ്യുന്നത്.